മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദിവ്യ എസ് അയ്യർ IAS. സ്നേഹത്തിന് പ്രോട്ടോകോൾ ഇല്ലെന്നാണ് ദിവ്യ എസ് അയ്യർ പറഞ്ഞത്. സ്നേഹത്തിന് സ്നേഹം മാത്രമേ ഉള്ളൂ. മുൻമന്ത്രി കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. അതിൽ ജാതീയ ചിന്തകൾ കലർത്തിയത് വേദനിപ്പിച്ചുവെന്നും ദിവ്യ വ്യക്തമാക്കി. തന്റെ സന്തോഷത്തിന്റെ ഭാഗമായി ഇൻസ്റ്റഗ്രാമിലൂടെ ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തനിക്ക് കെ രാധാകൃഷ്ണനോടുള്ള സ്നേഹവും ആദരവും എല്ലാവർക്കും അറിയാവുന്നതാണ്. പലരുടെയും അപക്വമായ ചിന്തകൾ വിഷയത്തെ സങ്കീർണമാക്കിയെന്നുമാണ് ദിവ്യ എസ് അയ്യർ ചൂണ്ടിക്കാട്ടുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ശബരിനാഥിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: ശ്രീ കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതിന് ശേഷം ദിവ്യ അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പോയിരുന്നു. അതിനുശേഷം ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓർമ്മക്കുറിപ്പിനോടൊപ്പം അന്നത്തെ ഫോട്ടോയും പഴയൊരു ഫോട്ടോയും പങ്കുവച്ചു. അതിൽ ഒരു ഫോട്ടോ ഇപ്പോൾ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും സജീവ ചർച്ചയാണ്. സംസ്ഥാന മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ശ്രീ കെ രാധാകൃഷ്ണൻ ഔദ്യോഗിക പ്രോഗ്രാമിന് ശേഷം പത്തനംതിട്ട കളക്ടറുടെ വസതിയിൽ സന്ദർശനം നടത്തിയ ദിവസം എടുത്ത ഫോട്ടോയാണ് വൈറലായത്. അന്ന് അദ്ദേഹം ഞങ്ങളോടൊപ്പം കുറച്ചു സമയം ചിലവഴിച്ചു. രാത്രി ഭക്ഷണവും കഴിഞ്ഞാണ് തിരികെ പോയത്. ഏറെ ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ മറ്റൊരാൾ ആലിംഗനം ചെയ്ത ഒരു ചിത്രം, സ്ത്രീ പുരുഷ സമസ്യകൾ ഇപ്പോൾ പോസിറ്റീവായി ചർച്ച ചെയ്യപ്പെടുന്നതിൽ സന്തോഷമുണ്ട്. നെഗറ്റീവ് കമന്റ്സും മറ്റ് അപ്രസക്ത വാദങ്ങളും നോക്കാതിരുന്നാൽ മതി. അപ്പോൾ ഹാപ്പി സൺഡേ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ശബരിനാഥിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. നിയുക്ത MP കെ രാധാകൃഷ്ണൻ പറയുന്നത് ദിവ്യ എസ് അയ്യർ തന്നെ ആശ്ലേഷിക്കുന്ന ചിത്രത്തിനെ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നാണ്. സംസ്ഥാന നിയമസഭയിലും മറ്റും പ്രവർത്തിച്ച അനുഭവമുണ്ടെങ്കിലും താനൊരു പുതിയ പാർലമെന്റ് അംഗമാണ് എന്ന് അദ്ദേഹം പറയുന്നു. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മുന്നിലെത്തിക്കാനാകുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതിപക്ഷം തന്നെ വലിയ കരുത്തോടു കൂടിയാണ് സഭയിൽ ഇടപെടാൻ പോകുന്നത്. കേരളത്തിന്റെ താൽപര്യം സംരക്ഷിക്കാനുള്ള എല്ലാ ഇടപെടലും നടത്തുമെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അതേസമയം സംസ്ഥാന മന്ത്രിസഭയിൽ നിന്നും മന്ത്രിസ്ഥാനം രാജിവെച്ച ശേഷം കെ രാധാകൃഷ്ണനെ സന്ദർശിച്ച ദിവ്യ എസ് അയ്യർ അദ്ദേഹത്തെ ആശ്ലേഷിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ചിത്രം വൈറലാവുകയും അനുകൂലമായും പ്രതികൂലമായും നിരവധി അഭിപ്രായങ്ങൾ വരികയും ചെയ്തിരുന്നു. സംസ്ഥാനത്തെ മറ്റൊരു IAS ഓഫീസറും പിന്തുടരാത്ത രീതിയാണ് കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ ശബരിനാഥിന്റെ ഭാര്യയായ ദിവ്യ എസ് അയ്യർ പിന്തുടരാറ്. അതുകൊണ്ട് തന്നെ ഏറെ മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ഭർത്താവ് കോൺഗ്രസ് നേതാവായതിനാൽ സർവീസിൽ ഒതുക്കപ്പെടുമോ എന്ന ധാരണ കൊണ്ടാണോ ദിവ്യ എസ് അയ്യർ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന ആരോപണങ്ങളെ ഒക്കെ വകവെക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദിവ്യ എസ് അയ്യർ. അതേസമയം IAS ഓഫീസറായ ദിവ്യ എസ് അയ്യർക്ക് എതിരെ IAS ഓഫീസർമാർക്കിടയിലും പ്രതിഷേധം ശക്തമാവുകയാണ്. മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്യുകയും ആ ഫോട്ടോ എടുത്ത് പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്നാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തരം പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും കാണിക്കാൻ IAS ഓഫീസർമാർക്ക് കഴിയില്ലെന്നും അത് പാലിക്കാതെ ദിവ്യ പ്രവർത്തിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നുമുള്ള അഭിപ്രായമാണ് IAS ഉദ്യോഗസ്ഥർക്കിടയിൽ ഉയർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നടപടി വേണമെന്നതാണ് ആവശ്യം. ഇക്കാര്യം മുതിർന്ന IAS ഓഫീസർമാർ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെടുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. പത്തനംതിട്ട കളക്ടർ ആയിരിക്കുമ്പോൾ തന്നെ പദവിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തികൾ ദിവ്യ എസ് അയ്യരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന അഭിപ്രായവും ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട്. ഈ അതൃപ്തിയാണ് മന്ത്രിയെ ആലിംഗനം ചെയ്ത ഫോട്ടോ പുറത്തു വന്നതോടെ പൊട്ടിത്തെറിയിൽ എത്തി നിൽക്കുന്നത്. സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പ്രോട്ടോകോൾ ഉണ്ടാകില്ലെന്ന ദിവ്യയുടെ പ്രതികരണവും IAS ഉദ്യോഗസ്ഥരെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദിവ്യ എസ് അയ്യരുടെ ഈ പെരുമാറ്റത്തിൽ മന്ത്രിമാർക്കിടയിലും MLA-മാർക്കിടയിലും ശക്തമായ എതിർപ്പും ഉയർന്നിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലും വിഷയം വലിയ രൂപത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം അയ്യരായ IAS-കാരി ദളിതനായ മന്ത്രി രാധാകൃഷ്ണനെ ആലിംഗനം ചെയ്തത് വലിയ സംഭവമായാണ് ഒരു വിഭാഗം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് മന്ത്രിപദവി ഒഴിഞ്ഞ രാധാകൃഷ്ണനുള്ള അംഗീകാരമായി വരെ കമന്റ് ഇടുന്നവരും നിരവധി പേരാണ്.
IASകാർ പിന്തുടരേണ്ട പ്രോട്ടോകോൾ എന്താണെന്ന് അറിയാത്തവരാണ് പ്രധാനമായും ഇത്തരത്തിൽ പോസ്റ്റുകൾ ഇടുന്നത് എന്ന ആക്ഷേപവും ഉണ്ട്. ദളിത് വിഭാഗത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലായിരുന്നു ലക്ഷ്യമെങ്കിൽ ആ വിഭാഗത്തിൽ നിന്ന് വന്ന മന്ത്രിയെയല്ല സാധാരണക്കാരനെയാണ് ചേർത്ത് പിടിക്കേണ്ടിയിരുന്നതെന്ന വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ്. സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ വിവാദത്തിൽപ്പെട്ട ദിവ്യ എസ് അയ്യരെ അടിസ്ഥാന വർഗത്തിന്റെ ആളായി ചിത്രീകരിക്കുന്നതിന്റെ യുക്തിയും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നുണ്ട്. ദിവ്യ തിരുവനന്തപുരത്ത് സബ് കളക്ടർ ആയിരിക്കെയാണ് വിവാദ ഭൂമി ഇടപാട് നടന്നത്. വർക്കലയിൽ അവർ സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയത് സർക്കാർ ഭൂമിയാണെന്നത് ജില്ലാ സർവേ സൂപ്രണ്ടാണ് കണ്ടെത്തിയിരുന്നത്. 1 കോടി രൂപ വിലമതിക്കുന്ന സർക്കാർ ഭൂമിയാണിത്. ഭർത്താവ് ശബരിനാഥിന്റെ കുടുംബസ്വത്തിന് വേണ്ടിയാണ് ഈ ഭൂമി പതിച്ചു നൽകിയതെന്ന ആരോപണമാണ് ഉയർന്നു കേട്ടത്. അതേസമയം കെ രാധാകൃഷ്ണനെ സ്നേഹത്തോടെ ആശ്ലേഷിച്ച ദിവ്യ എസ് അയ്യരുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിത്രം ഇത്രയേറെ ആഘോഷിക്കപ്പെടുമെന്ന് ദിവ്യ എസ് അയ്യർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാത്രമല്ല, ഈ ചിത്രം വ്യാപകമായി ഷെയർ ചെയ്യപ്പെട്ടതോടെ ദിവ്യയുടെ മൊബൈലിലേക്ക് കോളുകളുടെ പ്രളയമായിരുന്നു. ഏറെ ഇഷ്ടവും ബഹുമാനവും തോന്നുന്ന ഒരാളെ ധൈര്യമായി ആശ്ലേഷിക്കാൻ മലയാളി സ്ത്രീകൾക്ക് കഴിയാറില്ല. ഈ ചിത്രം കണ്ടപ്പോൾ ഏറെ സന്തോഷമായി. ഇതായിരുന്നു ദിവ്യയുടെ ഫോണിലേക്ക് വന്ന കോളുകളുടെയും സന്ദേശങ്ങളുടെയും ഉള്ളടക്കം. പത്തനംതിട്ട കളക്ടർ ആയിരിക്കുമ്പോൾ അന്ന് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണനൊപ്പം ആദിവാസി മേഖലകളിൽ ഒന്നിച്ചു പ്രവർത്തിച്ച കാലത്താണ് അദ്ദേഹം ഒരു പച്ച മനുഷ്യനാണെന്ന് മനസ്സിലായതെന്ന് ദിവ്യ പറഞ്ഞിരുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാധാകൃഷ്ണൻ രാജിവെച്ച ദിവസം ദിവ്യ ഭർത്താവ് കെ ശബരിനാഥിനും കുടുംബാംഗങ്ങൾക്കുമൊപ്പം മന്ത്രിവസതിയിൽ എത്തിയപ്പോഴാണ് ഈ ചിത്രം പകർത്തിയത്. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ ദിവസമായിരുന്നു ഈ ചിത്രം ദിവ്യ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതും.